എന്താണ് പരിപാടി? എല്ലാവരും പെരുന്നാളെല്ലാം എങ്ങനെയുണ്ടായിന്? അടിപൊളിയല്ലേ? ഞാനിന്ന് പോകുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ നോമ്പുന്നുറക്കാണ് കേട്ടോ. ബാംഗ്ലൂരിലെ ശിവാജി നഗറിൽ. ആദ്യമേ ഒരു കാര്യം പറയാം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കണം. നമ്മളെ ഓണവും വിഷുവെല്ലാം പോലെ തന്നെ പെരുന്നാളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഹിന്ദുവായ നിനക്കെന്ത് പെരുന്നാളടി എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ എൻ്റെ നസീമാൻ്റെ ബിരിയാണി, അമ്മായിൻ്റെ നെയ്ച്ചോറും ബീഫ്, സുബൈനാൻ്റെ അടുക്കുന്ന കൊണ്ടുത്തരുന്ന ബിരിയാണി, അങ്ങനെ ഇതെല്ലാം കിട്ടും കൈസ് രാവിലെ ആകുമ്പോൾ. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ തിന്നുമ്പോൾ അത് ഭയങ്കര രസമാണ്. പെരുന്നാളിൻ്റെ തലേദിവസം മൈലാഞ്ചി ഇരുന്ന് കാണാൻ പോലെ. അയ്യോ, ഈ പ്രാവശ്യം ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞാൻ അതെല്ലാം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം മിസ് ചെയ്യാനാവണ്ട വെച്ചിട്ട് ഞാൻ ശ്രീനോട് പറഞ്ഞ് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ പറ്റും, പെരുന്നാളിൻ്റെ ആ ഒരു വൈബ് എനിക്ക് വേണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ശിവാജി നഗറിൽ പോകുന്നത്. ഏടെല്ലാം ഒരു നിമിഷത്തിൽ എൻ്റെ ആ ഒരു തീരുമാനം പാളിപ്പോയോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം അവിടെ അമ്മാതിരി തിരക്ക്. മെയിനായിട്ട് എല്ലാവരും പെരുന്നാൾ ഷോപ്പിംഗ് തന്നെ. ഒന്നാമത് അവിടുത്തെ കളക്ഷൻസ് ഉണ്ടല്ലോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതുപോലത്തെ പാകിസ്ഥാനി വളയോ അങ്ങനെ എന്തോ അതിന് പറയാം. അതിൻ്റെ എല്ലാം കുറേ കളേഴ്സ് ഉണ്ട്. നല്ല കുറേ ബാഗ് ഉണ്ടായിനി, ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ നമുക്കൊരു ഫംഗ്ഷന് അണിഞ്ഞൊരുങ്ങേണ്ട എല്ലാ ഐറ്റംസും ആടെ കുറേ കളക്ഷൻസിലുണ്ടായി. ഞാനാണ് കയ്യിലേക്കൂടി നടക്കുമ്പോൾ ശ്രീനോട് ഓരോന്നല്ല ഭയങ്കര പാർട്ടി വരെ കാണിക്കും. ഞാൻ പറയും, ശ്രീ എൻ്റെ ഏച്ചീൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിടാലേ, ഇവളെ വീട്ടിൽ കൂടുതലുണ്ടെങ്കിൽ അതിടാലേ, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കില്ലേനും. പിന്നെ വിഷുവിന് എനിക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം. അങ്ങനെ ശ്രീനോട് ഇപ്പം നശിതി നിനക്ക് എന്തെല്ലാം വേണ്ട, നീ ഏതോന്ന് ഉറപ്പിക്കുക ആദ്യം. അങ്ങനെയാണെന്ന് ഗൈസ്. നമുക്ക് അവിടെ എന്താ എടുക്കേണ്ടതെന്ന് തന്നെ തിരിയില്ല. അടുത്ത മാസം 27-ന് എനിക്ക് 25 വയസ്സാവും ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി എനിക്കൊരു ഡ്രസ്സ് എടുക്കാനുണ്ടായിന്. ഡ്രസ്സ് ഇപ്പം എടുക്കാനല്ല, ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ടായിന്. എനിക്ക് കുറച്ച് പ്ലാനെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് അടുത്ത മാക്സിൽ കയറിയിട്ടുണ്ടായിന്. അപ്പോഴേക്ക് ഈ ഒരു സ്പൈഡർമാൻ്റെ തൊപ്പി എടുത്ത് വെച്ചിട്ട് അത് വേണം തന്നെ വാശി സാവി. തൊപ്പി വെക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അത് വാങ്ങിക്കൊടുത്തേനെ. അവൻ്റെ 5 മിനിറ്റ് കഴിയുമ്പോൾ അതെടുത്ത് ചാടും. അതുകൊണ്ട് ഞാനത് വാങ്ങിക്കൊടുത്തിട്ടില്ല. പകരം വേറൊരു കളിക്കുന്ന സാധനം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിന്. എന്നാലും അത് വേണം എന്നിട്ട് കുറേ സമയം അവിടെ നിന്ന് വാശി പിടിച്ച് ഞാൻ വരുന്നില്ല, അങ്ങോട്ട് പോവാ, അത് വാങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് എങ്ങനെയും വരുന്നുണ്ടായിട്ടില്ല. അവസാനം ശ്രീ എന്തെല്ലോ പറഞ്ഞ് സോപ്പിട്ട് നീ കയറി, നമുക്ക് അപ്പുറത്തൊരു ഷോപ്പുണ്ട്, അവിടെ പോയി വാങ്ങാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയിട്ടാണ് കൈസ് അതിനെ കയറ്റിപ്പിച്ചത്. എനിക്ക് ഭയങ്കര വാശിയാന്ന് ശ്രീ പറയലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെക്കാട്ടിയും വാശിയുള്ളൊരു മോനെ തന്നെ ശ്രീക്ക് കൊടുത്തിട്ടുണ്ട്. അനുഭവിച്ചോട്ടെ അല്ലേ. പിന്നെ നമ്മൾ നേരെ ഫുഡിന്റെ സ്ഥലത്തേക്ക് പോയി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 9-9:30 ആയിട്ടുണ്ടായിന്. എന്നാലും ഞാനപ്പോൾ ശ്രീനോട് ഇങ്ങനെ പറയലായിരുന്നു, അവിടെ ഒരു 1:30-12:30 വരെയല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ വലിയ തിരക്കുണ്ടാവില്ലായിരിക്കുമല്ലേ എന്നെല്ലാം. പക്ഷെ ആ സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് കൈസ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക അവിടുത്തെ തിരക്ക്. നമ്മളാണെങ്കിലോ സ്കൂട്ടിയും കൊണ്ടല്ലേ വന്നത്. എത്ര ഹോൺ അടിച്ചാലും ഒരാൾ മുന്നിൽ നിന്ന് മാറാൻ പോകുന്നില്ല ഗൈസ്. നമ്മളെ തെറ്റാണ്, നമ്മൾ നടന്നിട്ട് പോകണമായിരുന്നു, സ്കൂട്ടിയും കൊണ്ടും പോകരുതേനു. വേറെയും കുറേ സ്കൂട്ടിയിൽ ആൾക്കാരുണ്ടായിനി. അങ്ങനെ എങ്ങനെയല്ലല്ലോ ആണ് നമ്മൾ അതിൻ്റെ ഇടയിലെ കൂടി പോകുന്നുണ്ടായത്. ഇത്രയും വലിയ തിരക്കിൻ്റെ ഇടയിൽ ജാവീനെയും കൊണ്ട് സ്ട്രീറ്റ് ഫുഡ് തിന്നൽ നടക്കൂല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ആടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള മന്തി ഷോപ്പ് തപ്പിക്കണ്ടുപിടിച്ച് അങ്ങനെ ആടത്തേക്ക് ഒരുവിധം 1 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മളിത് ഇവിടെ എത്തുന്നത്. ശ്രീ അധികവും ഓരോ സ്പോട്ടെല്ലാം കണ്ടുപിടിച്ചിട്ട് പാളി പോകലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ കണ്ടുപിടിക്കണം, ഞാൻ തപ്പിക്കോളാന്ന് പറഞ്ഞിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഫേമസ് മന്തി ഷോപ്പ് എന്നെല്ലാം അടിച്ചിട്ടാണ് ഈ ഒരു പണ്ടാരം ഞങ്ങൾക്ക് കിട്ടുന്നത്. ആടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഞാൻ പണ്ടാരം എന്നെല്ലാം പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഞാനും ശ്രീയും മന്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്തി. എന്ന് വെച്ചാൽ എപ്പോൾ പുറത്തു പോയാലും മന്തി മാത്രമേ തിന്നൂന്ന് വാശിയുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ. പക്ഷേ ഈ ഷുട്ടാപ്പിയില്ലേ ഞങ്ങളൊപ്പമുള്ള, ഇവൻ എപ്പോൾ പുറത്തു പോയാലും മന്തി വേണം, വീട്ടിലിരിക്കുമ്പോഴും മന്തി വേണം. മന്തി 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 എന്താണ് ഇവൻ അതിന് മാത്രം മന്തിയിലുള്ളതെന്ന് അറിയില്ല. പിന്നെ അവൻ അതാണ് മര്യാദക്ക് തിന്നു. ഇപ്പം നമ്മൾ പൊറോട്ടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 വാരമെല്ലാം തിന്നിട്ട് വേണ്ടാന്ന് വെക്കും. അതുകൊണ്ട് പിന്നെ അവൻ മര്യാദക്ക് തിന്നത് അതല്ലെങ്കിൽ വെച്ചിട്ടാണ് ഏടെ പോകുമ്പോൾ നമ്മൾ ഈ മന്തി തന്നെ വാങ്ങുന്നത്. അവനൊരു ക്വാർട്ടർ മന്തി വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും വെറൈറ്റി വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ മെനു നോക്കിയിട്ട് അവൻ അടുത്ത ഒരു സാധനവും ആടിയില്ല. പറഞ്ഞിട്ടും കാര്യമില്ല, ആടെ അങ്ങനെ തിരക്കുണ്ടായിന്. നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കയറുന്നത് തന്നെ ഏകദേശം ഒരു 12:45 1 മണി ആ ഒരു ടൈമിലാണ് ഈ ഹോട്ടലിൽ കയറുന്നത്. മന്തിക്ക് ഓർഡറും കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഞാൻ വിഷുവിനും ഒരു ഗിവ് അവേ അല്ല, ഒരു വിഷുക്കോടി പോലെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമ്മൾ ഓണക്കോടി കൊടുത്തതുപോലെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. നിങ്ങൾ എൻ്റെ ലാസ്റ്റുള്ള ഒരു 15 വീഡിയോസിൻ്റെ കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു 15 വീഡിയോസ്, ചിലപ്പോൾ ഒരു എത്രയാണെന്നറിയില്ല, കുറച്ച് വീഡിയോസ് ഞാൻ മുമ്പേ ഉള്ള നോക്കും. അതിലെല്ലാത്തിലും ലൈക്കും കമൻറ്റും ചെയ്തിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അതിലുള്ള ഒരാൾക്കാർക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിർബന്ധമായിട്ടും കമൻറ്റ് കൊടുക്കുക. അപ്പം എങ്ങനെയാ സെറ്റ് അല്ലേ? അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഗിഫ്റ്റ് എന്താണെന്നെല്ലാം പിന്നെ പറയാം. നമുക്കിനി ഈ മന്തിനെ കുറിച്ച് സംസാരിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ മന്തിയാണോ അല്ല മന്താണിയാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ബിരിയാണിക്ക് മന്തിയിൽ ഉണ്ടായെന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഇട്ടപ്പോൾ. അതുപോലെ തന്നെ ഇത്
എന്താ ഇവർ ഉദ്ദേശിച്ചത് എനിക്ക് തിരിഞ്ഞിട്ടൊന്നുമില്ല. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ള ചപ്പും ചവറും മൊത്തം അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് മന്തി എന്ന് പേരും. പക്ഷെ ഇങ്ങനത്തെ ഒരു മന്തി ഉണ്ടോ എന്ന് എനിക്ക് അറിയായിട്ടായിരിക്കും ചിലപ്പോൾ. എനിക്കെന്തായാലും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വല്ലാതൊരു ടേസ്റ്റ് ആയിരുന്നു. വല്ലാണ്ട് നിരുത്സാഹപ്പെട്ടു പോയി ഗൈസ് ഞാൻ ആ മന്തി കണ്ടിട്ട്. പക്ഷെ വേണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി. അങ്ങനെ പിന്നെ എന്തെല്ലോ വാങ്ങി തിന്ന് സാവിക്ക് ഒരു ടോയ്സും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്ന്. ഈ ഒരു സ്കൂട്ടി ഇതിന് 100 റുപ്യ ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട്. ഇങ്ങനെ ബാക്കോട്ട് വലിക്കുമ്പോൾ മുന്നോട്ടേക്ക് ഓടുന്ന ഇവൻ പിന്നെ എന്ത് പുറത്തു പോയപ്പോൾ ഒരു ടോയ്സ് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് ഇത്. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയായിരുന്നില്ല. അങ്ങനെ കെട്ടൊരു മന്തി ഉണ്ടാക്കി പെരുന്നാൾ കൊളാക്കി ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി ഗൈസ്, ബൈ.